നമ്മൾ ഇത്തരത്തിലുള്ള പൂച്ചുവിലങ്ങ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമം മൂലം ഇതൊക്കെ ബാൻ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ മൗലികമായ അവകാശങ്ങളെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മറവിൽ ലംഘിക്കപ്പെടുന്നുണ്ട്. അല്ല, എന്തും പറയാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഈ പറയുന്ന പോലെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയും, ആർട്ടിക്കിൾ 19 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. ഉപയോഗിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ പലർക്കും അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെപ്പറ്റി ഇപ്പോഴും ധാരണയില്ലാത്തവരാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. നമസ്കാരം സർ. നമസ്കാരം. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടും കാരണം എങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് നമ്മൾ എന്താണ്, അതായത് സമൂഹ മാധ്യമങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിനോദം അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ വിവരശേഖരണം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കൽ, അങ്ങനെ വിവിധ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ സർവീസുകളായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള ഓരോ സാമൂഹ്യ മാധ്യമങ്ങളും വ്യത്യസ്തമായിട്ടുള്ള പ്രയോജനങ്ങളാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് മുന്നേക്ക് വെക്കുന്നത്. അപ്പോൾ ചില മാധ്യമങ്ങൾ നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ ഇപ്പം ഓർക്കൂട്ട് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ അവിടെ മുതലാണല്ലോ നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു കടന്നുവരവ് നമ്മളൊക്കെ കൂടുതലായിട്ടും മലയാളികളും അല്ലെങ്കിൽ ഇന്ത്യക്കാരൊക്കെ ദർശിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഫേസ്ബുക്കിലേക്ക് എത്തി, ഇപ്പോൾ അവസാനം നമ്മൾ എക്സിലേക്ക് എത്തുമ്പം പലതരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെ മാറ്റങ്ങൾ ഒരുപാട്, അതായത് പല തലങ്ങളിൽ ചേഞ്ചുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉപയോഗ ശൈലിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉപയോഗിക്കേണ്ട രീതിയും അതോടനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരുന്നു, മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ട കാലഘട്ടത്തിൽ അനുസരിച്ച് മാറ്റങ്ങൾ വിധേയമാകേണ്ടതാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, അല്ലെ എന്താണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കേണ്ടത്, അല്ലെ എങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പങ്കുവെക്കേണ്ടതെന്നുള്ള കൃത്യമായ അവബോധം പലർക്കും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു, തെറ്റായ രീതിയിൽ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ വരികയും അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തും വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ടാണ് കൂടുതൽ ആളുകളും സമൂഹ മാധ്യമത്തെ കാണുന്നത്. നമ്മുടെ ഫേസ് കാണുന്നില്ല, എന്തും പറയാം എന്നൊരു ഫീൽഡായിട്ട്. അപ്പൊ അതിനോട് എന്താ സാറിന് പറയാനുള്ളത്? അല്ല, എന്തും പറയാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഈ പറയുന്ന പോലെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയും, ആർട്ടിക്കിൾ 19 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാജ്യത്ത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പച്ചയ്ക്ക് പറയും. അതായത് നമ്മളെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുവാനും അല്ലെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാനും അല്ലെ ആ അഭിപ്രായങ്ങൾക്കനുസരിച്ച് കഥകളും കവിതകളുമായി ആ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താം, കാർട്ടൂണുകളായി രേഖപ്പെടുത്താം, സാമൂഹ്യ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്താം. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ തലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇന്ന സ്പോട്ടുകൾ എന്ന് പറയാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നിർവചിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് ആവിഷ്കരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവന്റെ സമൂഹത്തിലേക്ക് എന്താണോ അവന്റെ ആശയം പങ്കുവെക്കാൻ കഴിയുന്ന എന്തും പങ്കുവെക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് മറ്റൊരാളുടെ അവകാശത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിക്കാനുള്ള അവകാശത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രൈവസിയെ കടന്നു കയറാനോ അതല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവനോപാധിയെ ഇല്ലാതാക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, സാമൂഹ്യ മാധ്യമങ്ങൾ ഈ പറയുന്ന ഇടപെടൽ ഉറപ്പ് നൽകാനോ അല്ലെങ്കിൽ നിയമപരമായി അവർക്ക് പരിരക്ഷ നൽകുകയോ ചെയ്യുന്നില്ല. അതാണ് അതിന്റെ വാസ്തവം. അപ്പം ഇങ്ങനെ ഇപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിഗത ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഇതിനൊക്കെ എതിരായിട്ടൊരു നിയമവ്യവസ്ഥ നമ്മുടെ നിയമത്തിൽ വരേണ്ടതില്ലേ? തീർച്ചയായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ IT ആക്ടിന് പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമം നമ്മുടെ രാജ്യത്തിന് രൂപീകരിച്ചിട്ടുള്ളത്. 2000 ആണ്ടിലാണ് ഇത്തരത്തിൽ IT ആക്ട് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ IT ആക്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പലപ്പോഴും ആ നിയമങ്ങൾ ഇത്ര മതിയോ അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വേണോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്ന് പല രീതിയിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള പൂച്ചുവിലങ്ങ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമം മൂലം ഇതൊക്കെ ബാൻ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ മൗലികമായ അവകാശങ്ങളെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മറവിൽ ലംഘിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പല ആളുകളുടെ ഇടപെടൽ, വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറ്റം അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തെ ഈ പറയുന്ന നേർചിത്രത്തിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് പോലെയുള്ള സംഘടിതമായ സാമൂഹ്യ സൈബർ അറ്റാക്കിംഗ് നടത്തുക, അതുമൂലം അവരുടെ പ്രൈവസി അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുക, അങ്ങനെ നിരവധിയായിട്ടുള്ള ഇതിൽ നമ്മൾ പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കുന്നവന് അവകാശമുണ്ട്, അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമം മൂലം ഇരയാക്കപ്പെടുന്നവനും എന്തുണ്ട്, അവകാശമുണ്ട്. അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് പോലെയുള്ള ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഘടിതമായിട്ടുള്ള അക്രമം അതെല്ലാ മേഖലകളിലും, അതിപ്പോൾ വ്യക്തി ജീവിതത്തിലുണ്ട്,
ഏറ്റവും അവസാനമായിട്ട് സിനിമാ മേഖലകളിലൊക്കെ തന്നെ സംഘടിതമായിട്ടുള്ള ആളുകൾ വന്നിരുന്നു. ഒരു സിനിമ രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു റിലീസ് ചെയ്യപ്പെടുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, അതിനെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു. അല്ലെങ്കിൽ സംഘടിതമായിട്ട് വന്ന ഒരു ചിത്രം കാണുക പോലും ചെയ്യാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇത് തെറ്റായ സിനിമയാണ്, ആരും പോകണ്ട, ആരും പണം കൊടുക്കരുത്, ആരും നിങ്ങളുടെ സമയം പാഴാക്കരുത്, അവർ സംഘടിതമായിട്ട് ചെയ്യുമ്പോൾ അവരുടെ അതായത് ഒരു ബിസിനസ് നടത്താനുള്ള ഒരാളുടെ ട്രേഡ് എന്ന് പറയുന്ന ഒരു അവകാശത്തെയാണ് ഹനിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഹനിക്കപ്പെടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് ശരിയാണ്. ആ ഇടപെടുമ്പോൾ മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കാനുള്ള അവകാശം ഒരിക്കലും നമ്മുടെ ഭരണഘടനയോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമോ നൽകുന്നില്ല. ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യപ്പെടുമ്പോൾ പലരും, കൂടുതൽ ആളുകളും ഇങ്ങനെ സൈബർ ബുള്ളിങ് കാരണം ആത്മഹത്യ ചെയ്യുന്നവരും അല്ലാതെ മെന്റലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ള ആ ഒരു പ്രവണതയെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അങ്ങനെയാണ്. കാരണം ഭയങ്കരമായിട്ട്, അതായത് പലപ്പോഴും നമുക്ക് അറിയാവുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ മുഖ്യധാര പത്രങ്ങളിലോ അല്ലെങ്കിൽ മുഖ്യധാര ചാനലുകളിലോ ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു വാർത്തയോ മറ്റു കാര്യങ്ങളോ വന്നാൽ പലപ്പോഴും ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ ഒരു സംഘടിതമായിട്ട് വരികയും അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് പോലെയുള്ള വലിയ ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ അവർ കൃത്യമായിട്ട് സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയാണ്. ചിലപ്പോൾ അവർ നാളെ, നമുക്കറിയാം, കുറ്റാരോപണം മാത്രമായിരിക്കും പലപ്പോഴും. നാളെ അവർ നിരപരാധിയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലോട്ട് ഈ കമന്റുകൾ ആർക്കെങ്കിലും പിൻവലിക്കാൻ കഴിയുമോ? അവർ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്, അല്ലെങ്കിൽ സമൂഹത്തെ പേടിച്ച് പലപ്പോഴും ഒളിച്ചോടേണ്ട അവസ്ഥയിലാണ് പലപ്പോഴും ആത്മഹത്യകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ കൃത്യമായ കാര്യങ്ങളില്ലാതെ, കൃത്യമായ തെളിവുകളില്ലാതെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണ്? എന്തെങ്കിലും ആരെങ്കിലും എഴുതി വിടുമ്പോൾ അതിന്റെ ബാക്കി എല്ലാവരും കൂടെ പിടിച്ചിട്ട് എന്ത് ചെയ്യുവാണ്? തീർത്തങ്ങോട്ട് എന്ത് ചെയ്യുവാണ്? എഴുതുവാണ്. അപ്പൊ എന്താണ് കാരണവും തിരക്കുന്നില്ല, അല്ലെ അവരെന്ത് കുറ്റകൃത്യമാണ്. ഇനി കുറ്റകൃത്യം ചെയ്തെന്നിരിക്കട്ടെ, അവരെ കോടതി കുറ്റവാളിയാക്കി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? ഒരു കുറ്റവാളിയായി മാറുന്നുള്ളൂ. ഒരു കുറ്റാരോപിതരെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ എന്ത് ചെയ്യുന്നു, അവർക്കെതിരെ കമന്റുകൾ വരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസ് ഒരാൾക്കെതിരെ ആരോപിക്കപ്പെടുന്നുണ്ടെന്ന് തന്നെ അവരെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇരയാക്കപ്പെടുന്നവന്റെ അവകാശങ്ങളെയും അവന്റെ മാനസികാവസ്ഥയും കൂടി ഇത്തരത്തിലുള്ള പങ്കുവെക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നതും, അങ്ങനെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇങ്ങനെ അപഖ്യാതികൾ പറയുമ്പോൾ അവർക്കെതിരെ നിയമം, ഇവിടുത്തെ നീതിപീഠങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റും എന്ത് ചെയ്യണം? ശക്തമായ ചില നിയമങ്ങൾ എടുക്കേണ്ടത് കാലം അനുവർത്തിച്ചിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള സൈബർ ബുള്ളിങ് വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത് ഏൽക്കുന്ന ഇരകളായിട്ടുള്ള വ്യക്തികൾ ഏത് രീതിയിലുള്ള പരാതിയുമായി മുന്നോട്ട് പോയാലാണ് അവർക്ക് നീതി കിട്ടുക? സൈബർ ബുള്ളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അതിൽ വലിയ ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മൾ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ പൊതു നിയമ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത്, ഇതിനുള്ള വഴി എന്ന് പറയുന്നത് ഡിഫമേഷൻ ഫയൽ ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. പലപ്പോഴും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അതിന്റെ ഭാരിച്ച ചെലവുകൾ കൊണ്ടും അല്ലെങ്കിൽ കോടതി ചെലവുകൾ കൊണ്ടും തന്നെ സാധാരണക്കാർക്ക് അത് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തന്നെയുമല്ല, അത് ചെയ്തു വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിങ്ങിന് ഏറ്റ ആൾക്ക് എല്ലാ തരത്തിലുള്ള അതിനു മുമ്പ് എല്ലാം ഫിനിഷ് ആകപ്പെട്ടിരിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, നമുക്കൊരു റെമഡി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമത്തിന് ആഹ്വാനം നൽകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സംരക്ഷിത വിഭാഗങ്ങളായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെ കുറിച്ചും ഒക്കെ തന്നെ മോശം പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടാൽ സ്വാഭാവികമായിട്ടും അവർക്ക് പോലീസിനെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. പോലീസിനെ അവർക്ക് കൃത്യമായിട്ട്, നമുക്കറിയാം, ഫിസിക്കലി ഓർ മെന്റലി ഒരു തരത്തിലുള്ള ഹർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നിയമത്തിന്റെ പരിരക്ഷകളുണ്ട്. ആ പരിരക്ഷ ഉപയോഗപ്പെടുത്തി പോലീസിലേക്ക് അവർക്ക് പരാതി കൊടുക്കാം. പരാതി സ്വാഭാവികമായിട്ടും പോലീസ് സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണ്, കേസെടുക്കാൻ ബാധ്യസ്ഥമാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന ഈ ചാനലുകൾക്കെതിരായിട്ട് നോട്ടീസ് കൊടുക്കാനും അല്ലെങ്കിൽ ഈ ചാനലുകളെ നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് നീക്കുവാനുള്ള അവകാശം നമ്മുടെ സ്റ്റേറ്റിനാണ്. കാരണം നമ്മുടെ ഏത് സാമൂഹ്യ മാധ്യമങ്ങളായാലും നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമം അംഗീകരിക്കുന്നുള്ള അപ്പോളജി ചെയ്ത് മാത്രമാണ് സാമൂഹ്യ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിന്റെ ഇടപെടലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മായ്ക്കപ്പെടാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അതിനാരും തന്നെ ശ്രമിക്കുന്നില്ല. ശ്രമിക്കുന്നവർക്ക് കൃത്യമായ ഒരു നീതി ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനും സാധിക്കുകയില്ല. ഇത്ര സമയം സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന വ്യക്തിഹത്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ കൂട്ടാക്രമണം, അങ്ങനെ തന്നെ പറയാം, സംഘടിതമായ ഒരു ആക്രമണം. അപ്പോൾ ഇതിനെപ്പറ്റി ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് നൽകിയത് ഹൈക്കോടതി അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് വിഷ്ണു വിജയനാണ്. താങ്ക് യു.